പ്രിയപ്പെട്ടവരെ, വിധി എത്രമാത്രം ക്രൂരമാണെന്ന് ഓർമ്മിപ്പിക്കുന്ന, കേൾക്കുന്ന ആരുടെയും നെഞ്ചു തകർക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നത്. കണ്ണൂരിൽ നിന്നും വരുന്നത് വെറുമൊരു അപകട വാർത്തയല്ല. ഒരു കുടുംബത്തിൻ്റെ മുഴുവൻ പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഒരു നിമിഷം കൊണ്ട് റോഡിൽ പൊലിഞ്ഞുപോയ വലിയൊരു ദുരന്തത്തിൻ്റെ കഥയാണ്. സ്വന്തം മകന് 25ാം ജന്മദിന മണിക്കൂറുകൾക്കകം അതേ മകൻ്റെയും പിതാവിൻ്റെയും മരണവാർത്ത പങ്കിടേണ്ടി വന്ന ഒരു കുടുംബത്തിൻ്റെ അവസ്ഥ ചിന്തിക്കാൻ പോലും കഴിയുന്നതല്ല. മട്ടന്നൂർ കോളാരിയിലെ വിനോദും മകൻ വൈഷ്ണവും. കഴിഞ്ഞ ദിവസമായിരുന്നു വൈഷ്ണവിൻ്റെ 25ാം ജന്മദിനം. കിച്ചു എന്ന് എല്ലാവരും സ്നേഹത്തോടെ വിളിക്കുന്ന വൈഷ്ണവിന് ആശംസകൾ നേർന്ന് ഉറ്റവരും സുഹൃത്തുക്കളും വാട്സപ്പിൽ സ്റ്റാറ്റസുകൾ പങ്കുവച്ചിരുന്നു. തൻ്റെ പ്രിയപ്പെട്ട മകന് ജന്മദിന ആശംസകൾ നേർന്ന് അച്ഛൻ വിനോദും സ്റ്റാറ്റസ് ഇട്ടിരുന്നു. പിറന്നാൾ ദിനത്തിൽ പുതിയ വസ്ത്രങ്ങൾ വാങ്ങാനും വീട്ടിൽ ഒരുക്കാനിരിക്കുന്ന ചെറിയൊരു വിരുന്നിനുള്ള സാധനങ്ങൾ വാങ്ങാനുമായിരുന്നു വൈഷ്ണവ് അച്ഛനെയും കൂട്ടി സ്കൂട്ടറിൽ പുറപ്പെട്ടത്. കനത്ത മഴ ഉണ്ടായതുകൊണ്ട് തന്നെ റോഡിൻ്റെ വശങ്ങൾ ചേർന്ന് വളരെ പതുക്കെയാണ് അവർ യാത്ര ചെയ്തത്. കാരണം അവർക്ക് വീട്ടിൽ കാത്തിരിക്കുന്ന അമ്മയുടെയും പെങ്ങന്മാരുടെയും അടുത്തേക്ക് സുരക്ഷിതമായി എത്തണമായിരുന്നു. പക്ഷേ ആ യാത്ര അവസാനിച്ചത് മരണത്തിലേക്കായിരുന്നു. ഇരുട്ടിയിൽ നിന്നും കണ്ണൂരിലേക്ക് അമിത വേഗത്തിൽ പാഞ്ഞുവന്ന ധനലക്ഷ്മി എന്ന സ്വകാര്യ ബസ് അവരുടെ ജീവനെടുത്തു. തൊട്ടുമുന്നിലെവിടെയോ ഉണ്ടായ ചെറിയൊരു തർക്കത്തിൽ നഷ്ടപ്പെട്ട സമയം തിരിച്ചുപിടിക്കാൻ കനത്ത മഴയത്തും ആ ബസ് റോഡിലൂടെ ചീറിപ്പാഞ്ഞു വരികയായിരുന്നു. പെട്ടെന്ന് ബ്രേക്ക് ചെയ്ത ബസ് നിയന്ത്രണം വിട്ട് വിനോദും മകനും സഞ്ചരിച്ച സ്കൂട്ടറിലേക്ക് ഇടിച്ചു കയറി. ഈ ഇടിയുടെ ആഘാതത്തിൽ ആ അച്ഛനും മകനും ബസ്സിൻ്റെ ചക്രങ്ങൾക്കിടയിൽ പെട്ടുപോയി. കനത്ത മഴയെപ്പോലും വകവെക്കാതെ നാട്ടുകാരും പോലീസും ചേർന്ന് ക്രെയിൻ ഉപയോഗിച്ച് ബസ് ഉയർത്തിയാണ് അവരെ പുറത്തെടുത്തത്. ആശുപത്രിയിലെത്തിച്ചെങ്കിലും ആ ജീവനുകൾ നഷ്ടമായിരുന്നു. വാർപ്പ് ജോലിയും കിണർ നിർമ്മാണവും ചെയ്ത് കുടുംബം പുലർത്തിയിരുന്ന അച്ഛനും വയറിങ് ജോലി ചെയ്തിരുന്ന മകനും ഒരൊറ്റ നിമിഷം കൊണ്ട് ഈ ലോകത്തോട് വിട പറഞ്ഞു. പിറന്നാൾ മധുരം നിറയ്ക്കേണ്ടിയിരുന്ന ആ വീട്ടിൽ ഒടുവിലെത്തിയത് 2 ചേതനയേറ്റ ശരീരങ്ങളായിരുന്നു. ഒരു ഗ്രാമം മുഴുവൻ ഈ അച്ഛൻ്റെയും മകൻ്റെയും വിയോഗത്തിൽ ഇന്ന് കണ്ണീരൊഴുക്കുകയാണ്. ചിലരുടെ അമിത വേഗതയും മത്സരയോട്ടവും റോഡിലിറങ്ങുന്ന സാധാരണക്കാരുടെ ജീവനെടുക്കുന്ന ഈ അവസ്ഥയ്ക്ക് എന്നാണ് ഒരു അവസാനമുണ്ടാകുക? റോഡിൽ നഷ്ടപ്പെടുന്നത് വെറുമൊരു ജീവനല്ല, പകരം ഒരു കുടുംബത്തിൻ്റെ മുഴുവൻ ആശ്രയമാണ്. നിയമങ്ങൾ കർശനമാക്കണമെന്നും ഇനിയൊരു കുടുംബത്തിനും ഈ അവസ്ഥ ഉണ്ടാകരുതെന്നും ആവശ്യപ്പെട്ട് നാട്ടുകാർ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലാണ്. ഈ ദാരുണമായ സംഭവം ഉണ്ടാകാൻ കാരണം ധനലക്ഷ്മി എന്ന ആ ബസ് അതിനു മുമ്പ് ഒരു ഓട്ടോ ഡ്രൈവറുമായി ചില വാക്കേറ്റത്തിൽ അല്പനേരം നിർത്തേണ്ടി വന്നു. ആ സമയം ഒപ്പിക്കാൻ വേണ്ടിയാണ് അമിത വേഗതയിൽ ഇവർ പാഞ്ഞെത്തിയത്. പക്ഷേ ആ വേഗത 2 ജീവനുകളാണ് ഇല്ലാതാക്കിയത്. സന്തോഷം നിറഞ്ഞ ഒരു കുടുംബത്തിൻ്റെ അന്തരീക്ഷത്തെ ദുഃഖത്തിലേക്ക് തള്ളിവിട്ട വേഗതയായിരുന്നു അത്.